ഇത് വോയിസ് ഓഫ് അറബിയ. നമ്മുടെ ശബ്ദം, നമ്മുടെ അവകാശം, നമ്മുടെ ഭാവി. കേരള സർക്കാർ സ്ഥാപനത്തിൽ ലക്ഷങ്ങൾ ശമ്പളം ലഭിക്കുന്ന ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇത് സാധാരണ ഒരു ജോലി വിജ്ഞാപനമല്ല, കരിയർ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഏത് യോഗ്യതയുള്ളവർക്കും അവസരങ്ങൾ, സ്ഥിരജോലി, മികച്ച ശമ്പളം, സർക്കാർ ആനുകൂല്യങ്ങൾ എല്ലാം ഒരുമിച്ച് ഇതിനകം തന്നെ അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട്. വൈകിയാൽ ഈ അവസരം കൈവിട്ടു പോകും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, അവസാനം വരെ കാണും. എങ്ങനെ അപ്ലൈ ചെയ്യാം, ആർക്കെല്ലാം എലിജിബിളാണ്, എല്ലാ ഡീറ്റെയിൽസും ക്ലിയറായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. കേരള സംസ്ഥാന വികസന കോർപ്പറേഷൻ മിൽമയുമായി ചേർന്ന് തൊഴിൽ രഹിതർക്കായി സ്വയം തൊഴിൽ പദ്ധതി നടപ്പിലാക്കുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി യോഗ്യരായവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകർ 18 മുതൽ 60 വയസ്സുവരെ പ്രായമുള്ളവരുമായിരിക്കണം. പാലിനും അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും വിപണന സാധ്യതയുള്ള അനുയോജ്യമായ സ്ഥലങ്ങളിൽ മിൽമ ഷോപ്പി അല്ലെങ്കിൽ മിൽമ പാർലർ ആരംഭിക്കുന്നതിനാണ് അവസരം നൽകുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കോർപ്പറേഷന്റെ നിബന്ധനകൾക്ക് വിധേയമായി ആവശ്യമായ വായ്പ അനുവദിക്കും. വായ്പയുടെ തിരിച്ചടവ് കാലാവധി 5 വർഷമായിരിക്കും. കോർപ്പറേഷനും മിൽമ അധികൃതരും സംയുക്തമായി തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും സംരംഭം ആരംഭിക്കാൻ അനുമതി നൽകുക. സംരംഭത്തിനാവശ്യമായ സ്ഥലവും കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും അപേക്ഷകൻ സ്വന്തമായി സജ്ജീകരിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്ന അപേക്ഷകർക്ക് ഉൽപ്പന്നങ്ങൾ, സാങ്കേതിക സഹായം എന്നിവ മിൽമ ലഭ്യമാക്കും. കൂടാതെ ഫ്രീസർ, കൂളർ തുടങ്ങിയ ഉപകരണങ്ങൾ സബ്സിഡി നിരക്കിൽ നൽകുകയും ഷോപ്പി അല്ലെങ്കിൽ പാർലറിന് ആവശ്യമായ സൈനേജ് മിൽമ ഒരുക്കുകയും ചെയ്യും. താൽപ്പര്യമുള്ളവർ അപേക്ഷാ ഫോറത്തിനും കൂടുതൽ വിവരങ്ങൾക്കുമായി കോർപ്പറേഷന്റെ തിരുവനന്തപുരം ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു. അടുത്തത് ജേർണലിസ്റ്റ് ഓഫീസർ മുതൽ ഡേറ്റ എഞ്ചിനീയർ വരെ യൂക്കോ ബാങ്കിൽ 173 ഒഴിവുകൾ, 93,000 രൂപ വരെ ശമ്പളം. യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക് യൂക്കോ ബാങ്ക് ജനറലിസ്റ്റ് ഓഫീസർ, സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്തികയിൽ നിയമനത്തിനായുള്ള ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കി. ആകെ 173 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബിരുദം മുതൽ യോഗ്യതയുള്ളവർക്കാണ് അവസരം. തസ്തികയും ഒഴിവുകളും: ട്രേഡ് ഫിനാൻസ് ഓഫീസർ 30 ഒഴിവുകൾ, ട്രഷറി ഓഫീസർ 10, ചാർട്ടേഡ് അക്കൗണ്ടന്റ് 50, ചാർട്ടേഡ് അക്കൗണ്ടന്റ് MMGS 2 25, നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ 5, ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ 3, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ 3, സോഫ്റ്റ്വെയർ ഡെവലപ്പർ 15, മുറൈക്സ് ഡെവലപ്പർ 5, ഫിനാക്കിൾ ഡെവലപ്പർ 5, ക്ലൗഡ് എഞ്ചിനീയർ 3, AIML എഞ്ചിനീയർ 2, ഡേറ്റ അനലിസ്റ്റ് 2, ഡേറ്റ സയൻറ്റിസ്റ്റ് 2, സൈബർ സെക്യൂരിറ്റി ഓഫീസർ 3, ഡേറ്റ പ്രൈവസി കംപ്ലയൻസ് ഓഫീസർ 2, ഡേറ്റ അനലിസ്റ്റ് 3, ഡേറ്റ സയൻറ്റിസ്റ്റ് 3, ഡേറ്റ എഞ്ചിനീയർ 2. വിദ്യാഭ്യാസ യോഗ്യത: ഓരോ തസ്തികയ്ക്കും വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും വ്യത്യസ്തമായിരിക്കും. പൂർണ്ണ വിവരങ്ങൾക്ക് വിജ്ഞാപനം സന്ദർശിക്കുക. പൊതുവായ യോഗ്യതകൾ പരിശോധിക്കാം. അംഗീകൃത സർവകലാശാലയിലോ സ്ഥാപനത്തിലോ നിന്നുള്ള ഏതെങ്കിലും വിഷയത്തിലെ ബിരുദം, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻസ്, ഇലക്ട്രോണിക്സ്, MCA, MSc കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ കോഴ്സുകളിൽ ബിരുദം. ചാർട്ടേഡ് അക്കൗണ്ട് CA, ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ICAI അംഗീകൃത സർട്ടിഫിക്കറ്റ്. കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, ഡാറ്റ സയൻസ്, MCA, MCC ബിഗ് ഡാറ്റ അനലിസ്റ്റ്, MCC ഡാറ്റ സയൻസ് എന്നിവയിൽ ബിരുദം. MBA PGDM യോഗ്യത: ഫിനാൻസ്, ഇന്റർനാഷണൽ ബിസിനസ്, ട്രേഡ് ഫിനാൻസ് സ്പെഷ്യലൈസേഷനോട് ഫുൾ ടൈം 2 വർഷം MBA അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ്. നിയമനം ലഭിക്കുന്നവർക്ക് 48,480 മുതൽ
93,960 രൂപ വരെ ശമ്പളം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന വിജ്ഞാപനം സന്ദർശിക്കുക. അടുത്തത്, ഡിഗ്രി പാസ്സായോ ബാങ്കിൽ ജോലി നേടാം, കേരളത്തിലും ഒഴിവുകൾ. തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക് TMB ബ്രാഞ്ച് ഹെഡ് തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കി. ആകെ 20 ഒഴിവുകളാണ് ഉള്ളത്. കേരളത്തിലും ഒഴിവുകളുണ്ട്. 30 മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. കേരളം, കർണാടക, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഡൽഹി, പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലായി ആകെ 20 ബ്രാഞ്ചുകളിലേക്കാണ് നിയമനം. കേരളത്തിൽ എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, തിരുവല്ല എന്നിവിടങ്ങളിൽ ഒഴിവുകളുണ്ട്. യോഗ്യതയും പരിചയവും അപേക്ഷകർ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും വിഷയത്തിലെ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം നേടിയിരിക്കണം. മാനേജർ പദവിക്ക് ബാങ്കിംഗ് രംഗത്ത് അസിസ്റ്റന്റ് മാനേജർ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള തസ്തികകളിൽ കുറഞ്ഞത് 5 വർഷത്തെ പരിചയം വേണം. സീനിയർ മാനേജർ പദവിക്ക് കുറഞ്ഞത് 8 വർഷത്തെ ബാങ്കിംഗ് പരിചയം ആവശ്യമാണ്. ഇതിൽ 4 വർഷം മാനേജർ കേഡറിലായിരിക്കണം. അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് പദവിക്ക് കുറഞ്ഞത് 10 വർഷത്തെ ബാങ്കിംഗ് പരിചയം വേണം. ഇതിൽ 6 വർഷം മാനേജർ കേഡറിൽ, 2 വർഷം സീനിയർ മാനേജർ അല്ലെങ്കിൽ സമാന കേഡറിലായിരിക്കണം. ശമ്പളം മാനേജർ, സീനിയർ മാനേജർ, അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് പദവികൾക്ക് അനുയോജ്യമായ ശമ്പളവും ആനുകൂല്യങ്ങളും ബാങ്ക് മാനദണ്ഡങ്ങൾ പ്രകാരം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിരിക്കുന്ന വിജ്ഞാപനം സന്ദർശിക്കുക. അടുത്തത്, കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ് നടത്തുന്ന ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള വേക്കൻ ഇൻ്റർവ്യൂവിനെ കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ നോക്കാം. തസ്തികയുടെ വിവരങ്ങൾ: ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, പ്രതിമാസം 16,000 രൂപ ശമ്പളം, പ്രായപരിധി 1/1/2026 36 വയസ്സ് കവിയാൻ പാടില്ല. SC ST OBC വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ ഇളവുകൾ ലഭിക്കും. യോഗ്യതകൾ: ബിരുദവും ഒപ്പം കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിൽ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്, ഡിസൈനിങ്, ഇൻ്റർനെറ്റ് തുടങ്ങിയ 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ 12ാം ക്ലാസ് വിജയവും കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ GSDP സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ. ഇൻ്റർവ്യൂ വിവരങ്ങൾ: തീയതി 22/1/2026, സമയം രാവിലെ 11 മണിക്ക്. റിപ്പോർട്ടിംഗ് സമയം: ഉദ്യോഗാർത്ഥികൾ രാവിലെ 10:30 മുമ്പായി ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകേണ്ടതാണ്. 10:30 ശേഷം വരുന്നവരെ ഇൻ്റർവ്യൂവിൽ പങ്കെടുപ്പിക്കില്ല. സ്ഥലം: ശാസ്ത്രഭവൻ പട്ടം, തിരുവനന്തപുരം. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. അടുത്തത്, കേരള സർക്കാർ ഗവേഷണ സ്ഥാപനത്തിൽ ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലി ഒഴിവുകൾ. കേരള സർക്കാർ സ്ഥാപനമായ സെൻറ്റർ ഫോർ എക്സലൻസ് മൈക്രോബിയം വിവിധ ഒഴിവുകളിലേക്ക് ജോലിക്കാരെ നിയമിക്കുന്നതിന് വിജ്ഞാപനം പുറത്തിറക്കി. കേരള CMD റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത്. തസ്തികയും ഒഴിവുകളും: സെൻറ്റർ ഓഫ് എക്സലൻസ് മൈക്രോബയോമിൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മാനേജർ, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് അസിസ്റ്റൻറ്റ്, ലബോറട്ടറി അസിസ്റ്റൻറ്റ്, സയൻറ്റിസ്റ്റ് ഒഴിവുകളിലേക്കാണ് നിയമനം. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മാനേജർ 1 ഒഴിവ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് അസിസ്റ്റൻറ്റ് 1 ഒഴിവ്, ലബോറട്ടറി അസിസ്റ്റൻറ്റ് 1, സയൻറ്റിസ്റ്റ് 1. പ്രായപരിധി: അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മാനേജർ 40, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് അസിസ്റ്റൻറ്റ് 35, ലബോറട്ടറി അസിസ്റ്റൻറ്റ് 36, സയൻറ്റിസ്റ്റ് 38. യോഗ്യത: അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മാനേജർ, മാനേജ്മെൻറ്റിൽ മാസ്റ്റേഴ്സ്, MBA ബയോടെക്നോളജി, ഹെൽത്ത് കെയർ മേഖലയിൽ 7 വർഷത്തെ എക്സ്പീരിയൻസ്. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് അസിസ്റ്റൻറ്റ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി, ക്ലറിക്കൽ സെക്രട്ടേറിയറ്റ് മേഖലയിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ്, കമ്പ്യൂട്ടർ പരിജ്ഞാനം. ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഏതെങ്കിലും ബയോളജിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിഗ്രിയും ലബോറട്ടറി പരിചയവും. സയൻറ്റിസ്റ്റ് ബയോടെക്നോളജി, മൈക്രോബയോളജി, ഫിഷറീസ്, എൻവയോൺമെൻറ്റൽ സയൻസ് എന്നിവയിൽ ഏതെങ്കിലും PGയും PhDയും. 3 വർഷത്തെ PhD റിസർച്ച് പരിചയം. ശമ്പളം: അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മാനേജർ 1,00,000, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് അസിസ്റ്റൻറ്റ് 30,000, ലബോറട്ടറി അസിസ്റ്റൻറ്റ് 25,000, സയൻറ്റിസ്റ്റ് 1,00,000.
അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ളവർ കേരള സർക്കാർ CMD വെബ്സൈറ്റ് സന്ദർശിക്കുക. ശേഷം നോട്ടിഫിക്കേഷനിൽ നിന്നും സെൻറ്റർ ഓഫ് എക്സലൻസ് മൈക്രോബയോ റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപനം തിരഞ്ഞെടുക്കുക. വിശദമായി വായിച്ച് മനസ്സിലാക്കി സംശയങ്ങൾ തീർക്കുക. ശേഷം തന്നിരിക്കുന്ന അപ്ലൈ നൗ ബട്ടൺ ഉപയോഗിച്ച് അപേക്ഷ പൂർത്തിയാക്കുക. അപേക്ഷാ ലിങ്ക് ഈ വീഡിയോ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ജനുവരി 27. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.